നമുക്ക് കാഞ്ഞങ്ങാട്ടേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. കാഞ്ഞങ്ങാട്ടെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ നേരത്തെ പ്രതിഷേധമുണ്ടായിരുന്നു. വീണ്ടും ഇപ്പോൾ അവിടെ പ്രതിഷേധ സാഹചര്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. പോലീസുമായി പ്രവർത്തകർ സംസാരിക്കുകയാണ്. ശ്രുതി, നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും വാക്കേറ്റവും അതുപോലെ തന്നെ ഒരു കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവുകയാണ്. അതായത് പ്രവർത്തകർ സംസാരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചർച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ വിശദീകരിക്കാം. അതുപോലെ തന്നെ ഈ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന വിദ്യാർത്ഥിനി ചൈതന്യയുടെ നിലവിലത്തെ അവസ്ഥ എന്താണ്, ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യമായി ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നേരത്തെ സമരം നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളും KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെയുള്ളത്. ആ പ്രവർത്തകരെ മാനേജ്മെൻറ്റ് പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അനുവദിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ആ ആവശ്യം അനുവദിച്ച് നൽകുന്നതിന് വേണ്ടി പോലീസ് കൂട്ടാക്കിയിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ കാസർഗോഡ് മൻസൂർ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരത്തെ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള മാർച്ച് സംഘർഷത്തിലേക്ക് എത്തി. അതിനുശേഷം ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ഭാരവാഹികളുമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ള KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഈ ആശുപത്രിക്കകത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പോലീസ് തടഞ്ഞത്. ഇപ്പോൾ സംസാരിക്കുന്നതിന് വേണ്ടി അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തതോടുകൂടിയാണ്